ഈശോയിൽ സ്നേഹമുള്ളവരെ, മാർച്ച് 2 മൗണ്ട് ആഥോസിലെ വ്യാകുല മാതാവ്. പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം. 1877 മാർച്ച് 2 പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിലുണ്ടായിരുന്ന 7 സന്യാസിമാർ അവിടെ ഉണ്ടായിരുന്ന മാതാവിൻ്റെ ചിത്രത്തിൻ്റെ വലത് കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നത് കണ്ടു. ആശ്ചര്യഭരിതരായ അവർ അത് തുടച്ച ഉടനെ മാതാവിൻ്റെ ചിത്രത്തിൻ്റെ ഇടത് കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വന്നു. സന്യാസികൾ ആ രൂപത്തിൻ്റെ മുഖത്തു നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റി. പള്ളിയുടെ വാതിൽ അടച്ച് തിരിച്ചുപോയി. 3 മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും പ്രാർത്ഥിക്കുവാൻ വന്നപ്പോൾ രൂപത്തിൽ കണ്ണുനീർ ചാലുകൾ കാണുകയും ഇടത് കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ മാത്രം കാണുകയും ചെയ്തു. പിന്നീട് കണ്ണുനീർ പ്രത്യക്ഷമായില്ല. ദൈവമാതാവിൻ്റെ കരുണയുടെ അടയാളമാണ് ഈ കണ്ണുനീർ എന്ന് കരുതപ്പെടുന്നു. എല്ലാ വർഷവും മാർച്ച് 2 വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു വരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വേണ്ടി എത്രയോ അനുഗ്രഹങ്ങളാണ് അമ്മ ഓരോ നിമിഷവും ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകുന്നത്. അമ്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ, അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയുടെ സന്നിധിയിൽ അണയുമ്പോൾ ആ നിമിഷം തന്നെ അനുഗ്രഹിക്കപ്പെടുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോയുടെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.